ഹലോ, ഹാപ്പി സൺഡേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലൊക്കെ കടന്നേക്കാണ്. അപ്പോൾ രാവിലത്തെ ചുമതല എനിക്കാണ്, ഉച്ചക്കലത്തെ അവരേറ്റെടുക്കും. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മരുന്നാണ്. അപ്പോൾ ആദ്യം തന്നെ മരുന്ന് ഒന്ന് റെഡിയാക്കാൻ വേണ്ടി എടുത്തു. ജീരകവും ഇഞ്ചിയും കൂടി തിളപ്പിച്ച വെള്ളത്തിൽ ഇത് കുതിർത്ത് വെക്കണം. അതിന് ശേഷം കുതിർന്ന് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് അരച്ച് ചേർത്ത് 2 നേരമായിട്ട് കഴിക്കണം. ഇതാണ് എൻ്റെ ഡെയിലിയുള്ള മരുന്ന്. ചെറിയ ചെറിയ പഥ്യങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താണ്, വേറെ പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് പറയാനൊന്നുമില്ല. ഈ ഒരു വിഭവം കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് ചിക്കൻ കറിയുടെ കൂടെയോ ബീഫിൻ്റെ കൂടെയോ കടലക്കറിയുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. പിന്നെ ഇതെന്താണ് ഈ കളർന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അരിപ്പൊടിയുടെ കൂടെ റാഗിയും കൂടി ചേർത്ത് പൊടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചൂടുവെള്ളവും തേങ്ങയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് കുഴച്ച് വയ്ക്കണേ. പിന്നെ ചെറിയ 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 ഉണ്ടകളാക്കിയിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ അധികമൊന്നും പറയണില്ല, നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുമല്ല, ഇനി ആരെങ്കിലും എൻ്റെ അതിനിടയ്ക്ക് ഒന്നുകൂടി പറയട്ടെ, ചിക്കൻ തലേ ദിവസം വാങ്ങിച്ചതാണ്. അപ്പോൾ ഉച്ചക്കലത്തേക്ക് അവർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കഴുകിയും കൂടി സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചത് എടുത്താണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മനസ്സിലായല്ലോ, ഇതാണ് കോഴിപ്പിടി, കൊഴുക്കട്ട, അത് ഈ പാലുണ്ടാന്നൊക്കെ പറയണേ കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. അതിനിടയ്ക്ക് എനിക്കൊന്ന് ഒരു പരിപാടി കൂടി ഉണ്ട്, ചെറിയൊരു പരിപാടി. മരുന്നൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേനും എന്നും രാവിലെ ഒരു കോഴിമുട്ട പുഴുങ്ങി കഴിക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ ഹാഫ് ബോയിൽ, അല്ലെങ്കിൽ വാട്ടി കുടിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പുഴുങ്ങിയെടുക്കും. അപ്പോൾ അതിൻ്റെ പരിപാടി അതങ്ങനെ തീർത്ത് വെച്ചു. കാരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആവണ വരെ ഒന്ന് വിശപ്പൊക്കെ ഒന്ന് അമർത്തി വെക്കണമല്ലോ, അങ്ങനെ കേട്ടോ. അതുമാത്രമല്ല, രാവിലെ ഒരു മുട്ട കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്, പ്രോട്ടീൻ അല്ലേ. അപ്പോൾ ഇനി ഞാൻ ഇതിന് എടുത്തത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ചേർക്കുന്നത് ചൂടുവെള്ളമാണ്. കാരണം ഇത് അത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നല്ലോ. തേങ്ങ ചെരുവിട്ട് തലേദിവസം ഫ്രിഡ്ജിൽ വെച്ചാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര തീർന്നിരിക്കരുത്, അതുകൊണ്ടാണ് കൊട്ടി ഇടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലും റെഡിയായി. തേങ്ങാപ്പാലിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ആദ്യമേ ഇട്ട് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുത്താലും രസമാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ കഴിക്കാം. അപ്പോൾ ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് നിങ്ങൾ കഴിച്ച് നോക്കണം, നല്ല രസമാണ് കേട്ടോ. Lion in the dark.
എല്ലാം റെഡിയായി കഴിയുമ്പോഴത്തേനും വേഗം പോയി കുളിച്ചു, റെഡിയായി വന്നു. ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ലൈവിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കണേ. അപ്പോൾ പെട്ടെന്ന് കഴിച്ചു പോയിട്ട് പിന്നെ ലൈവിൽ കയറി. അപ്പോൾ അതിന് ശേഷം ഞാൻ വന്ന് നോക്കുമ്പോഴത്തേനും കിച്ചണിൽ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുക്കളക്കാരി ഈ പരിപാടികളിലാണ്. നെയ്ച്ചോറ് റെഡിയാണ്. നെയ്ച്ചോറിൻ്റെ അലങ്കാരപ്പണികളൊന്നുമില്ല കേട്ടോ, സിമ്പിൾ നെയ്ച്ചോറ്. പിന്നെ സോനയുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഇതാ അവിടെ റെഡി ആവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താണ്, ഇത് ഏത് ടൈപ്പ് കറിയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ചിക്കൻ മുകളായി എന്നാണ് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതേ സലാഡിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു പണി ചെയ്തത്, എന്തായാലും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊക്കെ കഴിഞ്ഞു. ഞാനപ്പോൾ ലൈവൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എൻ്റെ കഴിച്ച എല്ലാം പോയി. വീണ്ടും വിശക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്തായാലും ചിക്കൻ കറി കൂട്ടി 2 കോഴിപ്പിടി ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല, അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തേങ്ങാപ്പാലിനേക്കാളും എനിക്കിഷ്ടം, എനിക്ക് തേങ്ങാപ്പാൽ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ തേങ്ങാപ്പാലിനേക്കാളും എനിക്കിഷ്ടമായത് ഈ ചിക്കൻ്റെ ചാറോട്ട് കഴിക്കാനാണ്. അത് കണ്ടപ്പോഴത്തേനും സോനയും കൂടി വന്നു എനിക്ക് കൂടി താന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി അത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇനി അടുത്ത കാര്യത്തിനുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ ലഞ്ച് ഇതാ ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചിക്കൻ വറുത്ത് മാറ്റണം. പിന്നെ വേറെ എല്ലാം റെഡിയാണ്, ഓൾമോസ്റ്റ് എല്ലാം റെഡിയാണ്. അപ്പോൾ ഞാനിങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കാത്തിരുന്നതാ എല്ലാം റെഡിയായി. ഞാൻ പൊന്നേരിയുടെ ചോറാണ് കേട്ടോ കഴിക്കണേ. നെയ്ച്ചോറ് ഞാനങ്ങനെ കഴിക്കണില്ല, ഈ പത്തിയും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ്. നെയ്യ് ഞാൻ കുറച്ച് ഒഴിവാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ പക്ഷേ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് എടുത്തു. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷമാണ് ചിക്കൻ കറി കൂട്ടി ചോറ് കഴിക്കുന്നത്. അതിൻ്റെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നെയ്ച്ചോറിന് കുറച്ച് എടുത്തിട്ട് ഒരു കൊതുക്കി. പിന്നെ നമ്മുടെ സലാഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നെയ്ച്ചോറിൻ്റെ കൂടെ ബിരിയാണിൻ്റെ കൂടെയൊക്കെ സലാഡ് ഞാൻ ഒരുപാട്, ഇപ്പോൾ ഹോട്ടലിലേക്ക് ചെന്നാലും ഞാൻ ഒരുപാട് പിന്നെ വാങ്ങിച്ച് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ എടുത്തത് നമ്മുടെ കാന്താരി മുളക്, ചൊറക്കയിൽ ഉപ്പിലൊക്കെ ഇട്ട് കാന്താരി മുളക്. അധികം എരിവൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ. പിന്നെ എനിക്ക് ചിക്കൻ വിങ്സ് ഫ്രൈ ചെയ്താണ് ഇഷ്ടം, അതൊരു പീസ് എടുത്തു. പിന്നെ നമ്മുടെ ഗിസാഡ് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ കക്കാൻ പറയേണ്ട കരളിൻ്റെ കൂടെ ഉണ്ടാവില്ലേ അതിൻ്റെ ഫുഡൊക്കെ ഇരിക്കുന്ന സംഭവം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ 2-3 പീസ് ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ചിക്കൻ കറി കൂട്ടി കഴിക്കണത്. ഭയങ്കര ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കറി അടിപൊളിയായിരുന്നു. അപ്പോൾ ഏകദേശം എൻ്റെ വീഡിയോ ഇവിടെ തീരാൻ പോവാണ്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരുടെ രുചി വ്യത്യസ്തമാണ്. ഇപ്പോൾ ഒരാൾ ചെയ്യുന്നത് കണ്ട് മറ്റൊരാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതുപോലെ തന്നെ ആവണമെന്നൊന്നുമില്ല. എങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കാത്ത പരീക്ഷിക്കാത്ത സംഭവമാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കോഴിപ്പിടിയാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇനി ചെയ്ത് നോക്കാത്തവരുണ്ട്, കഴിച്ചിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. Content